2 ദിനവൃത്താന്തം അധ്യായം 29. 25 വയസ്സിൽ ഹെസക്കിയ രാജ്യഭാരമേറ്റു. 29 വർഷം ജെറൂസലമിൽ ഭരിച്ചു. സഖറിയായുടെ മകളായ അബിയ ആയിരുന്നു അവൻ്റെ അമ്മ. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. ഭരണമേറ്റ ആദ്യ വർഷം ആദ്യ മാസം തന്നെ അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കിഴക്കേ അങ്കണത്തിൽ വിളിച്ചുകൂട്ടി പറഞ്ഞു, ലേവ്യരെ കേൾക്കുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്ന് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവിൻ. നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു. അവിടുത്തെ പരിത്യജിച്ചു. അവിടുത്തെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു. അവിടുത്തെ മുൻപിൽ പുറംതിരിഞ്ഞു. അവർ പൂമുഖവാതിലുകൾ അടച്ചു, ദീപങ്ങൾ അണച്ചു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചന നടത്തുകയോ ദഹനബലി അർപ്പിക്കുകയോ ചെയ്തില്ല. അതിനാൽ കർത്താവിൻ്റെ ക്രോധം യൂദായുടെയും ജെറുസലമിൻ്റെയും നേരെ പതിച്ചു. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും പാത്രമാക്കി. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായി, പുത്രീപുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു. അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടകലുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, നിങ്ങളിനി അനാസ്ഥ കാണിക്കരുത്. തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപമർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊഹാത്യരിൽ ആമസായിയുടെ മകൻ മഹത്ത്, അസറിയയുടെ മകൻ ജോയേൽ, മെറാറി കുടുംബത്തിൽ നിന്ന് അബ്ദിയുടെ മകൻ കിഷ്, യഹല്ലേലിൻ്റെ മകൻ അസറിയ, ഗർഷോന്യരിൽ നിന്ന് സിമ്മായിയുടെ മകൻ യോവാഹ്, യോവാഹിൻ്റെ മകൻ ഏദൻ, എലീസാഫാൻ്റെ കുടുംബത്തിൽ നിന്ന് സിമ്രി, യൗവേൽ, ആസാഫ് കുടുംബത്തിൽ നിന്ന് സഖറിയ, മഥാനിയ, ഹേമാൻ കുടുംബത്തിൽ നിന്ന് യഹുവേൽ, ഷിമയി, യദുഥൂൻ കുടുംബത്തിൽ നിന്ന് ഷമായ, ഉസിയേൽ എന്നീ ലേവ്യർ മുൻപോട്ട് വന്നു. എല്ലാ സഹോദരരെയും വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിന് പ്രകാരം കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്ത് കടന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ട് ചെന്നു. അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. ലേവ്യർ അത് കിദ്രോൻ അരുവിയിലേക്ക് കൊണ്ടുപോയി. 1 മാസം 1 ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി. 8 ദിവസം ദേവാലയ പൂമുഖത്തെത്തി. തുടർന്ന് 8 ദിവസം അവർ കർത്താവിൻ്റെ ആലയം ശുദ്ധീകരിച്ചു. 1 മാസം 16 ദിവസം ശുദ്ധീകരണം പൂർത്തിയായി. അവർ ഹെസക്കിയ രാജാവിനെ അറിയിച്ചു, ദഹനബലിപീഠം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, അവയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കർത്താവിൻ്റെ ആലയം മുഴുവൻ ഞങ്ങൾ ശുദ്ധീകരിച്ചു. ആഹാസ് രാജാവ് ദൈവത്തോട് വിശ്വസ്തത വെടിഞ്ഞ് ഭരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ഉപകരണങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിച്ച് സജ്ജമാക്കി കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിരിക്കുന്നു. ഹെസക്കിയ രാജാവ് അതിരാവിലെ ഉണർന്ന് നഗരത്തിലെ സേവകന്മാരെ വിളിച്ചുകൂട്ടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂദായ്ക്കും വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാൻ 7 കാള, 7 മുട്ടാട്, 7 ചെമ്മരിയാട്, 7 ആൺകോലാട് എന്നിവയെ കൊണ്ടുവന്നു. അവയെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ രാജാവ് അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. അവർ കാളകളെ കൊന്നു. പുരോഹിതന്മാർ അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. അവർ മുട്ടാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. പിന്നീട് ചെമ്മരിയാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. പാവപരിഹാര ബലിക്കുള്ള ആൺകോലാടുകളെ രാജാവിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ കൊണ്ടുവന്നു.
അവർ അവയുടെ മേൽ കൈകൾ വെച്ചു. പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാപപരിഹാരം അനുഷ്ഠിച്ചു. കാരണം ദഹനബലിയും പാപപരിഹാര ബലിയും ഇസ്രായേൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ദാവീദിൻ്റെയും രാജാവിൻ്റെ ദീർഘദർശിയായ ഗാദിൻ്റെയും പ്രവാചകനായ നാഥാൻ്റെയും കൽപ്പനയനുസരിച്ച് കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടി ലേവ്യരെ കർത്താവിൻ്റെ ആലയത്തിൽ അവൻ നിയോഗിച്ചു. കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരുന്നതാണ്. ദാവീദിൻ്റെ വാദ്യോപകരണങ്ങളുമായി ലേവ്യരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിലയുറപ്പിച്ചു. അപ്പോൾ ബലിപീഠത്തിൽ ദഹനബലി അർപ്പിക്കുവാൻ ഹെസക്കിയ കൽപ്പിച്ചു. ബലി ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിന് ഗാനാലാപവും കാഹളവിളിയും തുടങ്ങി. സമൂഹം മുഴുവൻ ആരാധിച്ചു. ഗായകർ പാടി, കാഹളമൂത്തുകാർ കാഹളമൂതി. ദഹനബലി കഴിയുന്നതുവരെ ഇത് തുടർന്നു. ബലി തീർന്നപ്പോൾ രാജാവും കൂടെയുണ്ടായിരുന്നവരും കുമ്പിട്ട് വണങ്ങി. ദാവീദിൻ്റെയും ദീർഘദർശിയായ ആസാഫിൻ്റെയും വാക്കുകളിൽ കർത്താവിന് സ്തോത്രമാലപിക്കാൻ ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും ലേവ്യരോട് കൽപ്പിച്ചു. അവർ സസന്തോഷം സ്തോത്രമാലപിച്ചു, സാഷ്ടാംഗം പ്രണമിച്ചു. ഹെസക്കിയ പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ ആലയത്തിൽ ബലിവസ്തുക്കളും സ്തോത്രക്കാഴ്ചകളും കൊണ്ടുവരുവിൻ. സമൂഹം അവ കൊണ്ടുവന്നു. സ്വാഭീഷ്ടമനുസരിച്ച് ദഹനബലിക്കുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു. ദഹനബലിക്കായി സമൂഹം 70 കാളകളെയും 100 മുട്ടാടുകളെയും 200 ചെമ്മരിയാടുകളെയും കൊണ്ടുവന്നു. ഇവയെല്ലാം കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു. കൂടാതെ 600 കാളകളും 3000 ആടുകളും നേർച്ചയായി ലഭിച്ചു. ദഹനബലിക്കുള്ള മൃഗങ്ങളെയെല്ലാം തോലുരിഞ്ഞ് സജ്ജമാക്കാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റു പുരോഹിതന്മാർ ശുദ്ധീകരണകർമ്മം നടത്തി തയ്യാറാകുന്നതുവരെ സഹോദരന്മാരായ ലേവ്യർ അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ ഉത്സുകരായിരുന്നു. നിരവധി ദഹനബലികൾക്ക് പുറമെ സമാധാന ബലിക്കുള്ള മേധസ്സും പാനീയ ബലികളും അർപ്പിക്കപ്പെട്ടു. അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു തീർക്കാൻ ദൈവം തൻ്റെ ജനത്തെ സഹായിച്ചതോർത്ത് ഹെസക്കിയായും സമൂഹവും സന്തോഷിച്ചു. Chapter 29. Hezekiah was 25 years old when he became king, and he reigned 29 years in Jerusalem. His mother was named Abiah, daughter of Zechariah. He pleased the Lord just as his forefather David had done. It was he who, in the first month of the first year of his reign, opened the doors of the Lord's house and repaired them. He summoned the priests and Levites, gathered them in the open space to the east, and said to them, Listen to me, you Levites. Sanctify yourselves now, and sanctify the house of the Lord, the God of your fathers, and clean out the filth from the sanctuary. Our fathers acted faithlessly, and did evil in the eyes of the Lord our God. They abandoned him, turned away their faces from the Lord's dwelling, and turned their backs on him. They also closed the doors of the vestibule, extinguished the lamps, and refused to burn incense and offer holocaust in the sanctuary to the honor of the God of Israel. Therefore the anger of the Lord has come upon Judah and Jerusalem. He has made them an object of terror, astonishment, and mockery, as you see with your own eyes. For our fathers, as you know, fell by the sword, and our sons, our daughters, and our wives have been taken captive because of this. Now I intend to make a covenant with the Lord, the God of Israel, that his burning anger may withdraw from us. My sons, be not negligent any longer, for it is you whom the Lord has chosen to stand before him, to minister to him, to be his ministers, and to offer incense. Then the Levites arose, Mahath, son of Amasai, and Joel, son of Azariah, descendants of the Kohathites, of the sons of Merari, Kish, son of Abdai, and Azariah, son of Jehalel, of the Gershonites, Joah, son of Zimah, and Eden, son of Joah,
Of the sons of Elisaphan, Shimri and Jeuel. Of the sons of Asaph, Zechariah and Mattaniah. Of the sons of Heman, Jehuel and Shimei. Of the sons of Jeduthun, Shemaiah and Uzziel. They gathered their brethren together and sanctified themselves. Then they came, as the king had ordered, to cleanse the Lord's house in keeping with his words. The priest entered the interior of the Lord's house to cleanse it, and whatever they found in the Lord's temple that was unclean they brought out to the court of the Lord's house, where the Levites took it from them and carried it out to the Kidron valley. They began the work of consecration on the 1st day of the 1st month, and on the 8th day of the month they arrived at the vestibule of the Lord. They consecrated the Lord's house during 8 days, and on the 16th day of the 1st month they had finished. Then they went inside to King Hezekiah and said, "We have cleansed the entire house of the Lord, the altar of holocaust with all its utensils, and the table for the showbread with all its utensils. All the articles which King Ahaz during his reign had thrown away because of his apostasy, we have restored and consecrated, and they are now before the Lord's altar." Then King Hezekiah hastened to convoke the princes of the city, and went up to the Lord's house. 7 bulls, 7 rams, 7 lambs, and 7 he-goats were brought for a sin offering for the kingdom, for the sanctuary, and for Judah, and he ordered the sons of Aaron the priest to offer them on the altar of the Lord. They slaughtered the bulls, and the priest collected the blood and cast it on the altar. Then they slaughtered the rams, and cast the blood on the altar. Then they slaughtered the lambs, and cast the blood on the altar. Then the he-goats for the sin offering were led before the king and the assembly, who laid their hands upon them. The priests then slaughtered them, and offered their blood on the altar to atone for the sin of all Israel, for the holocaust and the sin offering, the king had said, is for all Israel. He stationed the Levites in the Lord's house with cymbals, harps, and lyres, according to the prescriptions of David, of Gad the king's seer, and of Nathan the prophet. For the prescriptions were from the Lord through his prophets. The Levites were stationed with the instruments of David, and the priests with the trumpets. Then Hezekiah ordered the holocaust to be sacrificed on the altar, and in the same instant that the holocaust began, they also began the song of the Lord, to the accompaniment of the trumpets and the instruments of David king of Israel. The entire assembly prostrated itself, and they continued to sing the song and to sound the trumpets until the holocaust had been completed. As the holocaust was completed, the king and all who were with him knelt and prostrated themselves. King Hezekiah and the princes then commanded the Levites to sing the praises of the Lord in the words of David and of Asaph the seer. They sang praises till their joy was full, then fell down and prostrated themselves. Hezekiah now spoke out this command, "You have undertaken a work for the Lord. Approach and bring forward the sacrifices and thank offerings for the house of the Lord." Then the assembly brought forward the sacrifices and thank offerings, and all the holocausts which were free-will offerings. The number of holocausts that the assembly brought forward was 70 oxen, 100 rams, and 200 lambs, all of these as a holocaust to the Lord. As consecrated gifts there were 600 oxen and 3,000 sheep. Since the priests were too few in number to be able to skin all the victims for the holocausts, their brethren the Levites assisted them until the task was completed, and the priests had sanctified themselves. The Levites, in fact, were more willing than the priests to sanctify themselves. Also the holocausts were many, along with the fat of the peace offerings and the libations for the holocausts. Thus the service of the house of the Lord was re-established. Hezekiah and all the people rejoiced over what God had re-established for the people, and at how suddenly this had been done.